ബാബുൽ വക്കാലത്ത്. ഇസ്തറത്ത് ഫിൽ മുവക്കിൽ, വക്കാലത്താക്കുന്ന ആള്, വൽ വക്കീലി, വക്കാലത്ത് ഏറ്റെടുക്കുന്ന ആള്. അവർക്കൊക്കെ നിബന്ധനയാണ് യക്കൂന, രണ്ടുപേരും ജായിസൈ തസറുഫ് ഫീമാ യുവക്കലു ഫീ, ഏതൊരു കാര്യത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കപ്പെടുന്നു ആ കാര്യത്തിൽ ആ വിഷയത്തിൽ ക്രയവിക്രയം അനുവദനീയമായവരാകണം. തസിഹു വക്കാലത്തുൽ ലിസ്സബി, കുട്ടിക്ക് വക്കാലത്ത് ചെയ്യാൻ പറ്റുമെന്നേ, അത് പറ്റും ചില സ്ഥലത്ത്. കുട്ടി വീട്ടിൽ താമസിക്കുകയാണ്, അത് കുട്ടിയോട് അപ്പൊ അതിനോട് വരും, മോനെ ആരെയും വരികയാണെങ്കിലാണ് അനുവാദം കൊടുത്തോ, വീട്ടിൽ കയറി ഇരുന്നോട്ടേന്ന്. അതുകൊണ്ട് പോയി. അതൊക്കെ തന്നെ ഹംലിൽ ഹദിയ്യത്ത്. തസ്ഹീഹ് വക്കാലത്തു സബീ, സബീനെ വക്കാലത്ത് ആക്കാം. ഫില്ലിദീനി, സബീനെ നോക്കണം. മഫൂലുള്ള ലാഭത്തായിട്ട് വാപ്പ അനുവാദം കൊടുത്തു, വലിയ അനുവാദം കൊടുത്തു, മോനെ ഇവിടെ ആരെയും വരികയാണെങ്കിലേ വീട്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അതൊക്കെ തന്നെ ഹംലിൽ ഹദിയ്യത്തി, പിന്നെ അവനെ ഈ സാധനം കൊണ്ട് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടോ, അതും കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. വല്ല അബുദി, അബുദിനെയും എന്ത് ചെയ്യാം, അബുദിനെയും വക്കാലത്താക്കാം. ഈ ഖബൂലിൻ നിക്കാഹി, നിക്കാഹ് സ്വീകരിക്കുന്നതിന് നീ എന്റെ സയ്യിദിന്റെ അനുവാദം ഇല്ലെങ്കിൽ പറ്റും. ഒരു അടിമച്ചെറുക്കനെ വെച്ചിട്ട് മോനെ എന്റെ നിക്കാഹൊന്ന് സ്വീകരിക്കാറുണ്ട്, എനിക്ക് അർജന്റായിട്ട് പോവാണ്, ഞാൻ പുതിയാപ്പിളയാണ്, അപ്പൊ എന്നെ പുതിയാപ്പിളാക്കി വിടാൻ പോകും, നീ പോയിട്ട് എന്റെ നിക്കാഹൊന്ന് സ്വീകരിച്ചിട്ട് വാ. നിക്കാഹ് സ്വീകരിക്കാനേ പറ്റും, അവന് വിലായത്തില്ല, കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, കെട്ടിച്ചു തന്നത് സ്വീകരിക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. അക്കാലത്ത് ഏതിനെല്ലാം പറ്റുമെന്ന അഖദുകളിൽ മുഴുക്കയും പറ്റും. ഹിബത്ത്, നിക്കാഹ്, ഫുസൂഖ്, ഫസ്ഖിലും പറ്റും. കച്ചവടം, സാധനം കച്ചവടം ചെയ്തു അതിനെ മടക്കിക്കൊണ്ട് കൊടുക്കാൻ വേറെ ആളെ ഏൽപ്പിച്ചു, അത് കിട്ടും. കച്ചവടം ബാത്തിലാക്കിയിട്ട് സാധനം മടക്കി വേറെ ആൾക്ക് കൊണ്ട് കൊടുക്കാം, അതിന്റെ മലയാളി അതിന്റെ ഉടമയ്ക്ക് കൊടുക്കാൻ ഒരാളെ വക്കാലത്താക്കി വിട്ടു, കുഴപ്പമില്ല. അല്ല ഇത്തിക്കാക്കാൻ, ഞാനൊരു അടിമയെ ഇത്തിക്കാക്കാൻ വേണ്ടി വേറൊരാളെ വസീയത്താക്കി വക്കാലത്താക്കി, അതും പറ്റും. ഇസ്ബാത്തുൽ ഹുഖൂഖി, കേസ് വാദിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരാൾ പൈസ തരാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കണ്ട, അത് നീ അവിടെ പോയി അംഗീകരിച്ചതേ, ഞാൻ അവിടെ സ്ഥിരീകരിച്ചിട്ടോ ഞാൻ കൊടുക്കാണ്ടെന്നുള്ള കാര്യം, ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട് എന്ന കാര്യം ഞാൻ എന്ത് ചെയ്തു, സമ്മതിക്കുന്നു എന്ന് നീ അവിടെ പോയി പറഞ്ഞോ, അങ്ങനെ വക്കാലത്താക്കി വിടാം. അതായത് ഇത്ബാത്തുൽ ഹുഖൂഖ് വസ്തിഫായ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൈസ ഒരാൾ തരാനുണ്ട്, അത് പോയി മേടിച്ചോണ്ട് വരാമെന്നും പറയാം. ഈ തംലീഖുൽ മുബാഹാത്തി, മുബാഹായ സാധനം മിൽക്കാക്കുന്നതിന് വേട്ടമൃഗം, വൽ ഹശീഷി വൽ മിയാഗി, വെള്ളം, ഹശീഷ് വേണ്ടാ അവിടെ പോട്ടെ, ശരി ഹശീഷ് മേടിച്ചോണ്ട് വരാൻ പറയും. ഹശീഷ് പല ആവശ്യങ്ങൾക്കും ഉണ്ടാവും, അത് ലഹരിയാണെങ്കിൽ ലഹരി ഈ ഉള്ളിലാക്കാത്ത രീതി വേറെ പല ആവശ്യങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും. അതിനെയൊക്കെ വക്കാലത്താക്കി വിടാൻ കുഴപ്പമില്ല, വക്കാലത്ത് മേടിച്ചോണ്ട് വരാം. അമ്മ ഹുഖൂഖുല്ലാഹി തആല, അള്ളാഹുവും അടിമയുമായിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇബാദത്ത്, അഥവാ നോമ്പ് പിടിക്കാൻ ഒരാളെ വക്കാലത്താക്കാം, അത് പറ്റില്ല. നിസ്കരിക്കാൻ ഒരാളെ വക്കാലത്താക്കാം, അതൊന്നും പറ്റില്ല. അതാണ് അമ്മ ഹുഖൂഖുല്ലാഹി തആല. ഇതേ പറഞ്ഞൊക്കെ ഹുഖൂഖുൽ ഇബാദുകളാണ്. അതാണ് അമ്മ അല്ലാഹ് ഹുഖൂഖുല്ലാഹി ആകുന്നത്. അവിടെ നോക്കണം, ഹുഖൂഖുല്ലാഹി പല ഐറ്റം ഉണ്ട്. ഇൻകാനത്തെ ഇബാദത്തനായ ലമ്മജുദ് ജായിസല്ല. അതുമില്ല ഫി തഫ്രീഖത്തി സക്കാത്ത്, സക്കാത്തിന് വിട്ടുവരിക്കാൻ ഒരാളെ വക്കാലത്താക്കാം. അല്ല ഹജ്ജിന്റെ കാര്യത്തിൽ വക്കാലത്താക്കാം. വദബീഉൽ ഉദ്ഹിയ്യത്ത്, അതും വക്കാലത്താക്കാം. ഇൻകാന ഹദ്ദൻ,
അടിക്കാനുണ്ട് കാളിയാർ. ഹദ്ദാണെങ്കിൽ എനിക്ക് വേണ്ടി നീ അടിയോട്ട് വരാൻ പറയാൻ പറ്റില്ല. ഹദ്ദാണെങ്കിൽ ജായിസാകും വിസ്തിഫാഇഹി, അതിനെ പൂർത്തിയാക്കി എടുക്കാം. നീ അവനെ പോയി അടിച്ചോ, ഞാനാണ് ഇവിടുത്തെ കാളിയാർ, കാളിയാരുടെ അധീനതയിലാണ് ഹദ്ദടിക്കേണ്ടത്, നീ എന്നെ ഏൽപ്പിച്ചു. ഇതുപോലെ ഇസ്ബാത്തിഹി, ആ ഹദ്ദിനെ ഇസ്ബാത്ത് ചെയ്യാൻ ഒരാളെ വക്കൽത്തുക്കലി തുസുബിത്ത സിന ഫുലാനിൻ എന്ന് പറയാം. നീ ഇന്ന ആള് സിന ചെയ്തു എന്ന് അംഗീകരിക്കാൻ എന്നെ ഞാൻ വക്കാലത്താക്കിയെന്ന്, അത് പറ്റില്ല. അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഷർത്തുഹാ, വക്കാലത്തിന്റെ നിബന്ധനയാകുന്നതിൽ ഈജാബാണ്. ബില്ലഫദ് കൊണ്ട് തന്നെ മിൻ ഗൈരി തഅലീഖിനുള്ള തഅലീഖ് ബന്ധിപ്പിക്കാൻ പാടില്ല. കവക്കൽതുക ഔ ബിഇഹാദ തൗബ, എന്നെ ഞാൻ വക്കാലത്താക്കി ഇന്നതുകൊണ്ട്, അല്ലെങ്കിൽ നീ വസ്ത്രം വാങ്ങാൻ കൊണ്ട്, വാങ്ങലുകൊണ്ട്, അല്ലെങ്കിൽ വിക്കൽ കൊണ്ട്. വൽ ഖബൂലു, ഖബൂലും വേണം. ബില്ലഫദ് തന്നെ, ബില്ലഫദ് കൊണ്ടുമാകാം. ഔ ബിൽ ഫീലിയാകാം. ഫീൽ എങ്ങനെ? വഹുവ ഫീൽ ഇംതിസാലു മാ വക്കല ബിഹി, അതിനെ ഏൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്യണം. വലായിസ്തറത്തു, പെട്ടെന്ന് തന്നെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. വലായിസ്തറത്തുൽ ഫൗറു ഫിൽ ഖബൂൽ, സ്വീകാര്യതയിൽ പെട്ടെന്നാകൽ നിബന്ധനയില്ല. ഇന്നജസഹ, ഇത് വളരെയായിട്ട് ചെയ്താല്, ഞാൻ വളരെയായിട്ട് ചെയ്താൽ ഇന്നത് തരണം എന്നും പറഞ്ഞുകൊണ്ട് ചെയ്താലും വാവു അല്ലക്ക, അല്ലക്ക തസറുഫ് അലാ ശർത്തിൻ ജാസ, അത് പറ്റും. നജ്ജസഹ, വക്കാലത്തിനെ ഉളരിയാക്കി കൊടുത്തു. അല്ലക്ക തസറുഫ, എന്നിട്ട് എന്ത് ചെയ്തു? ക്രയവിക്രയ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കും, പക്ഷെ വെള്ളിയാഴ്ച വിറ്റാന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല. അല്ലക്ക തസറുഫ, അതിന്റെ ക്രയവിക്രയം അവൻ തഅലീഖാക്കി അലാ ശർത്തിൻ, അവിടെ കുഴപ്പമില്ല, ജാസ. അപ്പം പിന്നെ ആ നിബന്ധന വരണം. അപ്പോൾ മറ്റു സാധനം ഏൽപ്പിച്ചു വിൽക്കാൻ വെള്ളിയാഴ്ച വിൽക്കാവൂന്ന് പറഞ്ഞു, കുഴപ്പമില്ല. ഖൗലി വക്കൽതുക വലാ തബിഉ ഇലാ ശഹരിൻ വലൈസ ലിൽ വക്കീലി, വക്കീലിന് അവിടെ പറ്റില്ല. വലാ തബിഉ, ഒരു മാസം വരെ വിൽക്കരുത്. എന്നെ ഞാൻ ഏൽപ്പിച്ചു വിൽക്കാൻ, പക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ട് മതി. ഇനി ഞാനൊരാളായെന്ന് വക്കാലത്ത് ഏറ്റോണ്ട് പോയി, എനിക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമെന്ന്, അത് മറ്റാളെ അനുവാദം ഉണ്ടെങ്കിൽ പറ്റും. വലൈസലിൽ വക്കീലി, വക്കീലിന് പറ്റില്ല. ഈ വക്കീല വേറൊരാളെ വക്കാലത്താക്കാൻ പറ്റില്ല. ഇല്ലാ ബിഇദ്നി, ആദ്യത്തെ മുവക്കിലിൽ നിന്നുള്ള അനുവാദം കൂടാതെ. വൈങ്കാനമ്മ ലായത്തവല്ലാഹു ബിനഫ്സിഹി ഔ ലായത്തമക്കനു മിൻഹു ലികസറത്തിഹി, എന്നാൽ തന്നെയും ഞാൻ ഏറ്റ കാര്യം എന്നെ കൊണ്ട് തനിയെ പറ്റില്ല, അല്ലെങ്കിൽ ഞാനതിന് അർഹനല്ല, മറ്റൊരാളെ, അതൊന്നും പറ്റില്ല. വൈങ്കാന, ആ വക്കാലത്താണെങ്കിൽ തന്നെയും, വൈങ്കാനത്ത് എന്ന് പറയാൻ നല്ലത്. ഇമ്മാലായത്തവല്ലാഹു, അതിനെ ഈ വക്കീൽ ഏറ്റെടുക്കുകയില്ല, ബിനഫ്സിഹി, സ്വയം ഏറ്റെടുക്കില്ല. അല്ലെങ്കിൽ ഔലായത്തമക്കനും എന്നു, അല്ലെങ്കിൽ അയാൾക്ക് സൗകര്യമാവുകയില്ല ലികസറത്തിഹി, ഈ സാധനം വരുത്തതിന് വേണ്ടി. ആ ഒരു മിമ്മ എന്നുള്ള ആസാണ്. വലൈസലോ, ഇവന് പറ്റൂല. അയ്യബി, അവൻ വിൽക്കാനും പറ്റില്ല. മാ വിക്കലബി, ഞാൻ ചെയ്തതിനെ ഏൽപ്പിച്ചത് ഞാൻ വിറ്റോണ്ട് വരാം. ചെയ്ത് പറഞ്ഞു ഞാൻ വിറ്റു, ആക്ക് വിറ്റു, എനിക്ക് തന്നെ വിറ്റു, അത് പറ്റില്ല. അല്ലേ അവന്റെ ചെറിയ മകന് വേണ്ടിയിട്ട്, അതും പറ്റില്ല. അതിനൊക്കെ തന്നെ വിൽക്കുമ്പോൾ തന്നെ നാട്ടിലെ നിലവാര വില അനുസരിച്ച് വിൽക്കാനും പറ്റും. ഒന്നിൽ വക്കാലത്താക്കപ്പെട്ടോ ആ ഒന്നിനെ വിൽക്കൽ അനുവദനീയമല്ല. ലിനഫ്സിഹി, അവന്റെ വേണ്ടി വിൽക്കാനും പറ്റില്ല. അതൊക്കെ തുഹമത്ത് വരും, അതുകൊണ്ടാണ് ചെറിയ കുട്ടിക്കും വേണ്ടിയും പറ്റില്ല. അതിനൊക്കെ തന്നെ വലാബി ദൂനി സമനി മിഥിലി, നിലവാര വില അല്ലാത്തതിനും പറ്റില്ല. അതിനൊക്കെ തന്നെ വലാബി മുഅജ്ജലിന്, അവധിക്കും പറ്റില്ല. വലാബി ഗൈരി നഖദിൽ ബലദി, നാട്ടിലെ നാണയത്തിന് പകരം പറ്റുകയുള്ളൂ താനും. ഇതൊക്കെ വേണമെങ്കിൽ അയാൾ അനുവാദം ഉണ്ടെങ്കിൽ പറ്റും. ഇല്ല ഏതാന മുവക്കിന് അനുവാദം കൊടുത്താൽ ഒഴിച്ചില്ല ഈ വക്കീലിന് പീതാലിക്ക വിഷയത്തിന്. വലോ നസ്വലഹു അലാ ജിൻസി തമനീന, നീ ഇതുകൊണ്ട് പോയി ദിർഹമിന് വിറ്റോണ്ട് വരാൻ പറഞ്ഞു. അച്ചങ്ങായി പോയി ദീനാറിന് വിറ്റോണ്ട് വന്നു, അത് പറ്റില്ല. വലോ നസ്വ, മുവക്കിൽ
വ്യക്തമാക്കി പറഞ്ഞു ലഹു വക്കീലിനോട് അലാ ജിൻസി സമൻ ആ വിലയുടെ വർഗത്തിന്റെ മേല്. എന്നിട്ട് എന്ത് ചെയ്തു? ഫഖാലബ അവനതിനെതിര് ചെയ്താൽ ലം യസ്ഹൽ ബൈഉ കച്ചവടം ശരിയാവില്ല. ഏതുപോലെ ബി അൽഫി ദിർഹമിൻ 1000 ദിർഹമിന് പകരം വിൽക്കാൻ പറഞ്ഞു. ഫബാ അച്ചങ്ങായി വിറ്റു ബി അൽഫി ദീനാർ അത് പറ്റില്ല. വഇന്നസ്വാലൽ ഖദ്രി 1000-ന് വിൽക്കാൻ പറഞ്ഞു 2000-ന് വിറ്റ് എന്നാ പിന്നെ കുഴപ്പമില്ല. 1000-നേ വിൽക്കാവൂ എന്താ പറഞ്ഞ 2000-ന് വിൽക്കാനും പറ്റില്ല. അതാ നീ പറയാൻ പോകുന്നത്. അലോകാല ഒരാൾ പറഞ്ഞു നസ്സ വക്കീൽ മുവക്കില് നസ്സാക്കി അൽ ഖദർ അൽ ഖദിരി ആ തുകയുടെ മേൽ. അങ്ങനെ ഇപ്പൊ സാധാ മുവക്കിൽ എന്ത് ചെയ്തു? വക്കീൽ എന്ത് ചെയ്തു? മുവക്കില് നസ്സാക്കി വക്കീൽ കൂടുതലാക്കി മിനൽ ജിൻസ് ആ വർഗത്തിൽപ്പെട്ടത് തന്നെ നസ്സഹ അത് ശരിയാവും. ഏതുപോലെ ബി അൽഫിൻ 1000-ന് പകരം വിറ്റോണ്ട് വാടാന്ന് പറഞ്ഞു. അവൻ പോയിട്ട് നോക്കുമ്പം ബി അൽഫൈനി 2000-ന് വരെ വിറ്റുണ്ടെന്ന് ആയിക്കോട്ടെ. അവിടെയും ഇല്ലായി എൻഹാവൂ ഇവൻ നിരോധിച്ചാലൊഴിച്ച്. പലവുകാലം ഒരാൾ പറഞ്ഞു ഇസ്തരബി മിയത്തിൻ 100-ന് വിറ്റോണ്ടാടാ. അപ്പം നോക്കുമ്പം ഫസ്തറ അവൻ വിറ്റിട്ട് എന്ത് ചെയ്തു? 100-ന് വിറ്റോണ്ട് വരാൻ പറഞ്ഞു. അവൻ 100-ന് വിറ്റിട്ട് 50 രൂപയുടെ സാധനം മേടിച്ചോണ്ടു. എന്താ? പലവുകാലം ഒരാൾ പറഞ്ഞു ഇസ്തരബി മിയത്തിൻ 100-ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. വിൽക്കാനല്ല വാങ്ങിക്കൊണ്ട് വരാൻ. അപ്പൊ എന്ത് ചെയ്തു? 100 രൂപയ്ക്ക് 2 കിലോ ഉള്ളി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവൻ പോയിട്ട് 50 രൂപയ്ക്ക് 2 കിലോ മേടിച്ചോണ്ട് വന്നു. എന്നാ പറ്റുമോ? അത് പറ്റും. അങ്ങനെ പസ്തറ ഈ ചങ്ങായി മേടിച്ച് എന്ത് ചെയ്തു? വക്കീല് പോയിട്ട് മേടിച്ചു. ആ തസാവീഹ ആ വിലയ്ക്ക് 100-ന് സമമാകുന്നതിനെ മേടിച്ചു. ബിദൂനി മിയത്തിൻ 100-ന് താഴെ 100 രൂപ ഞാൻ 2 കിലോ ഉള്ളിന്ന് വെച്ചോ. ഉള്ളിയൊക്കെ കയറ്റിയിട്ട് വന്നപ്പോ 50 രൂപ ആയി. 25 രൂപ 1 കിലോ ഉള്ളിക്ക് ആയിക്കോട്ടെ. 50 രൂപ എടുത്ത് 2 കിലോ ഉള്ളി അടിച്ചോണ്ട് വന്നു. ഒരു കുഴപ്പമില്ല. പൈനിസ്തറാനും വാങ്ങി ബി മേത്തൈനി മായിസാബി മേത്തൈനി ഫല അവൻ വാങ്ങി ബി മേത്തൈനി അല്ല 200 കൊടുത്തിട്ട് വാങ്ങിയത് എന്തിനെ വാങ്ങി? 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞതാ 2 കിലോ ഉള്ളി മേടിച്ചോണ്ട് വാടാന്ന്. അവൻ പോയി 50 രൂപ കൊടുത്തിട്ട് 2 കിലോ ഉള്ളി മേടിച്ചോണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല. 100 രൂപ കൊടുത്തിട്ട് എടാ 2 കിലോ ഇറച്ചി മേടിച്ചോണ്ടാ. അവൻ പോയിട്ട് എന്ത് ചെയ്യുന്നറിയാം? 2 കിലോ ഇറച്ചി മേടിച്ചു. പക്ഷെ 200 രൂപയ്ക്ക് വിലയാവും. 200 വിലയിപ്പോയി. പൈനിസ്തനാബി മേത്തൈനി 200 കൊടുത്ത് മേടിച്ചു. 100 കൊടുത്തിട്ടുള്ളൂ ഇവന്റെ കയ്യില്. ഇവൻ 200-ന് വാങ്ങി. എത്ര വാങ്ങി? മായിസാബി മേത്തൈനി 200-ന് സമമാകുന്നതിനെ വാങ്ങിയത്. പക്ഷെ പറഞ്ഞു വിട്ട് 100 രൂപ മേടിക്കാനല്ലേ. എന്നോട് ആര് പറഞ്ഞു മേടിക്കാൻ? എന്നാ ഫല അത് ശരിയാവില്ല. കാല ഒരാൾ പറഞ്ഞു ഇസ്തരിബി ഹാദീനാരി ഷാത്തൻ എടാ ഇത് കൊണ്ടുപോയിട്ട് ഈ പൈസ കൊണ്ട് ഒരാടിനെ മേടിക്കാൻ പറഞ്ഞു. അച്ചങ്ങായി ഫസ്തറബി ഷാത്തേനി ആ പൈസ കൊണ്ടുപോയിട്ട് എടാ ആ പൈസ കൊണ്ടുപോയിട്ട് മേടിച്ച് 2 ആടിനെ മേടിച്ചോണ്ട് വന്നു. തുസാവി കുല്ലു ആയിരത്തിൻ ഓരോരോ ആടിന്റെ വില നോക്കിയാൽ 1 ദീനാറേ ഉള്ളൂ. ആയിക്കോട്ടെ സഹ വക്കാനത്തായി മേടിച്ചോണ്ട് വരാൻ പോയിട്ട് ഈ സാധനം ഒരുത്തിന് വക്കീലെടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അത് 2 സാധനം ആവുന്നില്ല വക്കീൽ. ഇല്ലം തുസാവി ഇപ്പൊ സമമായില്ലെങ്കിലോ മുസ്ലിയാരെ കുല്ലുവായിരത്തിൻ ബി ദീനാറൻ എന്നാലും കാലം ഒരാൾ പറഞ്ഞു ഇത് ജയ്ദിന് വിൽക്കണം കേട്ടോ. അവൻ പോയിട്ട് അമ്രിന് വിട്ടു കൊടുത്തു. ഇപ്പൊ ബാല് വൈരികി എന്നാലും വൈൻ കാല. ഇനി ഒരു മുവക്കില് പറഞ്ഞു ഇസ്തരി ഹാദ സൗബ നീ ഈ വസ്ത്രം മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഒരു വസ്ത്രം ആ വസ്ത്രം മേടിച്ചാൽ മതി. അവൻ പോയി മേടിച്ചോണ്ട് വന്നു. വസ്ത്രാവും മഈബൻ അപ്പം നോക്കുമ്പോൾ അത് അയിബുള്ളതാണ്. എന്നാൽ പലഹു ഈ മുവക്കിലിന് അനുവദനീയമാണ്. അറുപത് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അവിസ്തരി തൗബൻ മടക്കി കൊടുക്കാം കുഴപ്പമില്ല.
ഒരു വസ്ത്രം മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നാ പിന്നെ മേടിക്കുമ്പം മൈബുള്ളത് മേടിക്കാൻ പാടില്ല. ലം യജൂസ് ശിറാഉ മഈബ് വഇശ്തറതു കൗനുൽ മുവക്കിലി ഫീഹി ഏതൊരു കാര്യത്തിലാണോ വക്കാലത്താക്കപ്പെടുന്നത് ആ സംഗതിയാകണം മഅലൂമൻ അറിയപ്പെട്ടതാണ് മിൻ ബഅദിൽ വുജൂഹ്. ഹഖീഖത്തു മാ ഹുവ ലഹു അറിയണമെന്നൊന്നുമില്ല.